ഇ-പോസ് മെഷീൻ തകരാറിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി വീണ്ടും റേഷൻ വിതരണം സ്തംഭിച്ചു. മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ 6 വരെ നീട്ടി. മച്ചാട് മേലില്ലത്ത് കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. വനത്തിൽ തീറ്റയും വെള്ളവും ലഭിക്കാത്തതിനെ തുടർന്നാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതെന്ന് നാട്ടുകാർ. അവണിശ്ശേരിയിൽ ഭാര്യയെ മക്കളുടെ മുന്നിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അവണിശ്ശേരി സ്വദേശി ജിതീഷിനെയാണ് തൃശൂർ 1 അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള റെയിൽവേ മേൽപ്പാലം പുനർനിർമ്മിക്കുന്നു. പുഴയിലൂടെ താൽക്കാലിക റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഷൊർണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന പാലമാണ് പുനർനിർമ്മിക്കുന്നത്. ജില്ലയിൽ 4 ദിവസം താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് മുന്നറിയിപ്പ്. വരൾച്ച രൂക്ഷമായതോടെ പീച്ചി അണക്കെട്ടിൽ ജലനിരപ്പ് താഴ്ന്നത് ആശങ്കയാകുന്നു. വിശദമായ വാർത്തയിലേക്ക്. ഇ-പോസ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി വീണ്ടും റേഷൻ വിതരണം സ്തംഭിച്ചു. മാർച്ച് മാസത്തിലെ റേഷൻ സാധനങ്ങൾ വാങ്ങാൻ ഇന്ന് മാത്രം അവശേഷിക്കെ ഇ-പോസ് മെഷീൻ തകരാറിലായത് നിരവധി റേഷൻ കാർഡ് ഉടമകളെ വലച്ചു. കരാറുകാരുടെ സമരം തീർന്നതിനെ തുടർന്ന് NFSA ഗോഡൌണുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് സ്റ്റോക്ക് എത്തിക്കുന്നത് പെസഹ വ്യാഴാഴ്ചയോടെയാണ് പൂർത്തിയായത്. റേഷൻ സാധനങ്ങൾ വാങ്ങാനായി ധാരാളം കാർഡ് ഉടമകൾ ഇന്ന് രാവിലെ മുതലെത്തിയിരുന്നു. അതേസമയം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന NFSA ഗോഡൌണുകളിൽ വാർഷിക കണക്കെടുപ്പ് നടക്കുന്നതിനാൽ ഏപ്രിൽ 6 വരേക്ക് മാർച്ച് മാസത്തെ റേഷൻ വിതരണം നീട്ടുന്നതായി ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ 8-ന് ആരംഭിക്കും. തെക്കങ്കര മേലില്ലത്ത് കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. മണ്ടോളി വീട്ടിൽ ഷാജിയുടെ വാഴകളാണ് ഇന്ന് പുലർച്ചെ കാട്ടാനകൾ നശിപ്പിച്ചത്. വേനൽ രൂക്ഷമായതോടെ മച്ചാട് വനത്തിൽ തീറ്റയും വെള്ളവും ലഭിക്കാത്തതിനെ തുടർന്നാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് വീരോലിപ്പാട മുളയിലും കാട്ടാനകൾ കൃഷിനാശം വരുത്തിയിരുന്നു. വാഴാനി ഡാമിന് മുകൾ ഭാഗത്തുള്ള ആദിവാസി കോളനി പരിസരത്ത് സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ആനകളുടെ സഞ്ചാരഗതിക്ക് ഇതൊന്നും തടസ്സമില്ലെന്നും നിരന്തരം ആനകൾ കോളനി പരിസരത്ത് വിഹരിക്കുന്നുണ്ടെന്നും കോളനി നിവാസികൾ പറയും. അവണിശ്ശേരിയിൽ ഭാര്യയെ മക്കളുടെ മുന്നിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. അവണിശ്ശേരി മാമ്പിളി വീട്ടിൽ കുട്ടൻ മകൻ ജിതീഷിനെയാണ് തൃശൂർ 1 അഡീഷണൽ ജില്ലാ ജഡ്ജി KE സാലിഹ് ശിക്ഷിച്ചത്. 2017 മെയിലാണ് കേസിനാസ്പദമായ സംഭവം. രാത്രി മദ്യപിച്ചെത്തിയ ജിതീഷ് വീട്ടിൽ ഭാര്യയുടെ ചാരിത്രത്തിൽ സംശയിച്ച് വഴക്കുണ്ടാക്കി ഭാര്യ സന്ധ്യയുടെ വായിൽ മദ്യം ഒഴിച്ചുകൊടുത്ത് മർദ്ദിക്കുകയും ടോർച്ച് കൊണ്ട് തലക്കടിക്കുകയും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച സന്ധ്യയെ മക്കളുടെ മുന്നിൽ വെച്ച് നെഞ്ചിലും വയറ്റിലും കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള റെയിൽവേ മേൽപ്പാലം പുനർനിർമ്മിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഭാരതപ്പുഴയിലൂടെ താൽക്കാലിക റോഡ് നിർമ്മാണം ആരംഭിച്ചു. കരിങ്കല്ലും മണ്ണും മണലും നിറച്ചാണ് താൽക്കാലിക റോഡ് നിർമ്മിക്കുന്നത്. റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉരുക്കു ഗർഡറുകൾ മാറ്റി സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പുഴയിൽ എത്തിക്കഴിഞ്ഞു. ഉരുക്ക് ഗർഡറുകൾ ഉയർത്തിഘടിപ്പിക്കുന്നതിനായി വലിയ ക്രെയിൻ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിനാണ് പുഴയ്ക്ക് കുറുകെ താൽക്കാലിക റോഡ് നിർമ്മിക്കുന്നത്. താൽക്കാലിക റോഡ് നിർമ്മിക്കുന്നതോടൊപ്പം വെള്ളം ഒഴുകിപ്പോകാൻ പ്രത്യേക പൈപ്പുകളും റോഡിനിടയിൽ സ്ഥാപിക്കുന്നുണ്ട്. റോഡ് നിർമ്മാണം പൂർത്തിയാക്കി പരിശോധന നടത്തി അനുമതി ലഭിച്ചാൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ റെയിൽവേ മേൽപ്പാല പുനർനിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. 2 പാലങ്ങളിൽ ഷൊർണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന റെയിൽവേ പാലമാണ് പുനർനിർമ്മിക്കുന്നത്. തൂണുകൾക്ക് കേടുപാടുകളില്ലാത്തതിനാൽ അത് നിലനിർത്തും. ചെറുതുരുത്തി തടയണയിൽ വെള്ളമുള്ളതുകൊണ്ട് ഈ ഭാഗത്ത് ലോഡ് കണക്കിന് മണ്ണും കല്ലും കൊണ്ടുവന്നാണ് പുഴയിലൂടെ റോഡ് നിർമ്മിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ 4 ദിവസം ചൂട് ഉയരാൻ സാധ്യത. തൃശൂരടക്കം 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ജില്ലയിൽ ഇന്നു മുതൽ ഏപ്രിൽ 3 വരെ 39 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. പകലും രാത്രിയും ഒരുപോലെ ചൂട് ഉയർന്നതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ചൂട് രൂക്ഷമായതോടെ പീച്ചി അണക്കെട്ടിൽ ജലനിരപ്പ് താഴ്ന്നത് ആശങ്കയാകുന്നു. നിലവിൽ 68.46 മീറ്ററാണ് പീച്ചി ഡാമിലെ ജലനിരപ്പ്. 14.95 മില്യൺ മീറ്റർ ക്യൂബ് വെള്ളമാണ് ഡാമിലുള്ളത്. മൊത്തം സംഭരണശേഷിയുടെ 15.75% മാത്രമാണിത്. വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ കാർഷികാവശ്യങ്ങൾക്കായി ഡാമിൽ നിന്ന് വെള്ളം ലഭിക്കാത്ത സ്ഥിതിയുണ്ടാകും.
നിലവിൽ ഇടത് വലതുകര കനാലിലൂടെയുള്ള ജലവിതരണം നിർത്തിവച്ചിരിക്കുകയാണ്. തൃശൂർ നഗരത്തിലെയും സമീപ പഞ്ചായത്തുകളിലെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങളെയും കുടിവെള്ള വിതരണം പീച്ചി വെള്ളത്തെ ആശ്രയിച്ചാണ്. കൂടാതെ 18 ഹെക്ടർ കൃഷിക്കും ഇടത് വലതുകര കനാലുകളിലൂടെയുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. 10 മില്യൺ മീറ്റർ ക്യൂബ് വെള്ളമാണ് ഡാമിൽ കരുതൽ ജലമായി സംഭരിക്കുക. ഏപ്രിൽ മെയ് മാസങ്ങളിൽ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ കടുത്ത വരൾച്ചയാണ് കാർഷിക മേഖലയെ കാത്തിരിക്കുന്നത്. തൃശൂർ സ്വരാജ് റൌണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീപിടിച്ചു. സമീപത്തെ പെട്രോൾ പമ്പ് ജീവനക്കാരന്റെ സംയോജിതമായ ഇടപെടലിൽ വൻ ദുരന്തം ഒഴിവായി. പർപ്പൂർ സ്വദേശി അഭിലാഷും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറിനാണ് നായ്ക്കനാൽ സിഗ്നലിന് സമീപം വെച്ച് തീപിടിച്ചത്. പുക കണ്ട് കാർ നിർത്തി അഭിലാഷും ഭാര്യയും അമ്മയും പുറത്തിറങ്ങി ഓടിമാറുകയായിരുന്നു. കാറിൽ പുക ഉയരുന്നത് കണ്ട് സമീപത്തെ പെട്രോൾ പമ്പിലെ ജീവനക്കാരനായ അമൽ 4 ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തീകെടുത്താൻ ശ്രമിക്കുകയും തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണയ്ക്കുകയുമായിരുന്നു. കാറിന്റെ എഞ്ചിൻ ഭാഗത്തു നിന്നാണ് തീ പടർന്നത്. തീ ഇന്ധന ടാങ്കിലേക്ക് പടരുന്നതിന് മുൻപ് പെട്രോൾ പങ്ക് ജീവനക്കാരനായ അമലിന്റെ സംയോജിതമായ ഇടപെടലിനാണ് തീ നിയന്ത്രണ വിധേയമാക്കാനായത്. തീ അണയ്ക്കാനുള്ള ശ്രമത്തിനിടെ അമലിന്റെ കൈകൾക്ക് നിസ്സാര പൊള്ളലേറ്റു. ചേച്ചിയാ പറഞ്ഞേ ഇവിടെ ഒന്ന് പോയി നോക്കിയപ്പോഴാണ് വണ്ടി കത്തണ കണ്ടത്. കറുത്ത പുക തുടങ്ങി കത്തണേന്. നേരെ ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്തു, അടിച്ചു. ഓൾമോസ്റ്റ് കത്തി വണ്ടി ഏറെക്കുറെ അവസാനത്തെ ഒരു ഇതാവാറായി. കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് ഫ്രണ്ട് എഞ്ചിൻ്റെ ഭാഗം മൊത്തം കത്തി. ഓൾമോസ്റ്റ് 4 കുത്തി കംപ്ലീറ്റ് ആയിട്ട് തീർത്തു. മാറി കഴിയുന്നതിനനുസരിച്ച് പോയെടുത്ത് 4 കുത്തി മാക്സിമം അടിച്ച് തീർത്തു. അതുകൊണ്ട് വണ്ടി ഓവറോൾ ഒന്നും പറ്റിയില്ല. വണ്ടിയിലെല്ലാവരും ഓടി പുറത്തേക്ക് വരായിരുന്നു. പുറത്തേക്ക് ഇറങ്ങി. ലേഡീസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. എത്ര പേര്? ഓൾമോസ്റ്റ് 3 പേരെ കണ്ടു. ഡ്രൈവർ ഉൾപ്പെടെ എല്ലാവരും കണ്ടു. പിന്നെ 2 ലേഡീസ് ആയിരുന്നു തോന്നുന്നു. അവർ മാരങ്ങോട് ഓടി പോകണം കണ്ടു. പിന്നെ ഡ്രൈവറാണ് വന്ന് പറഞ്ഞത് വണ്ടിയൊന്നും തുറക്കാനൊന്നും പറ്റില്ല. അപ്പം ഒന്നും നോക്കിയില്ല, നേരെ പോയി അത് ഓടിയെടുത്തു. തൃശൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടി. 2 ദിവസത്തിനകം NDA സ്ഥാനാർത്ഥി വിശദീകരണം നൽകണം. വോട്ട് അഭ്യർത്ഥനാ കുറിപ്പിൽ പ്രിന്റിംഗ് വിവരങ്ങളില്ലെന്ന LDFന്റെ പരാതിയിലാണ് കളക്ടർ വിശദീകരണം തേടിയത്. CPI ജില്ലാ സെക്രട്ടറിയും LDF തൃശൂർ പാർലമെന്റ് മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ട്രഷററുമായ KK വത്സരാജാണ് പരാതി നൽകിയത്. ആലത്തൂർ പിടിക്കാൻ കളനിറഞ്ഞ സ്ഥാനാർത്ഥികൾ. തൃശൂരും പാലക്കാടുമായി കിടക്കുന്ന മണ്ഡലത്തിലൂടെ ഓടിയെത്താനുള്ള പരിശ്രമത്തിലാണ് മുന്നണി പ്രവർത്തകർ. കുന്നംകുളം, വടക്കാഞ്ചേരി, ചേലക്കര നിയോജക മണ്ഡലങ്ങളാണ് ജില്ലയിൽ ആലത്തൂരിനെ പ്രതിനിധാനം ചെയ്യുന്നത്. മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തന നേട്ടങ്ങൾ നിരത്തിയാണ് സ്ഥാനാർത്ഥികളുടെ പര്യടനം. UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് MP ആയിരിക്കെ മണ്ഡലത്തിൽ നടത്തിയ വികസനങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. LDF സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ഭരണ നേട്ടങ്ങളും ഉയർത്തിക്കാട്ടുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ 10 വർഷത്തെ നേട്ടങ്ങൾ കേന്ദ്രീകരിച്ചാണ് NDAയുടെ പ്രചരണം. UDFനായി സിറ്റിംഗ് MP രമ്യ ഹരിദാസും LDF സ്ഥാനാർത്ഥിയായി മന്ത്രി K രാധാകൃഷ്ണനുമാണ് മത്സരരംഗത്ത്. സംസ്ഥാനത്തെ 2 മുന്നണികളിൽ നിന്നൊരു മാറ്റം അനിവാര്യമല്ലേ എന്ന ചോദ്യവുമായാണ് NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസുവിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം. കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് ഫണ്ട് ED മരവിപ്പിച്ചതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ പിച്ചച്ചട്ടിയുമായി സമരം നടത്തി. മുളകുന്നത്തുകാവിൽ നടന്ന പ്രതിഷേധ സമരത്തിന് KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് നേതൃത്വം നൽകി. ഐക്യജനാധിപത്യ മുന്നണി ചേലക്കര നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് TK സെയ്തലവി അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PM അമീർ, E വേണുഗോപാല മേനോൻ, PM അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തന്റെ ഫ്ലെക്സും പ്ലക്കാർഡുകളും ബൈക്കിലും കാറിലും പതിപ്പിച്ച് സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ പ്രചരണം. പാലക്കാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനാണ് വേറിട്ട പ്രചരണവുമായി രംഗത്തിറങ്ങിയത്. റോഡ് ഷോ SMP ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് കുളപ്പുള്ളി സെന്ററിൽ അവസാനിച്ചു. തമിഴ് നടൻ ഡാനിയൽ ബാലാജി അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ടെലിവിഷനിലൂടെയാണ് ബാലാജി ബിഗ് സ്ക്രീനിലെത്തുന്നത്. റിലീസ് ചെയ്തിട്ടില്ലാത്ത കമലഹാസന്റെ ഹിസ്റ്റോറിക്കൽ ഡ്രാമ മരുത് നായകത്തിന്റെ പ്രൊഡക്ഷൻ മാനേജറായിട്ടായിരുന്നു ഡാനിയൽ ബാലാജിയുടെ സിനിമാ രംഗത്തേക്കുള്ള വരവ്. 2006 പുറത്തിറങ്ങിയ വേട്ടയാട് വിളയാടലിൽ
ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി നായകനായ ബ്ലാക്ക് എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിലേക്ക് ബാലാജി ആദ്യമായി എത്തുന്നത്. പിന്നീട് മോഹൻലാലിന്റെ ഭഗവാനിലും മമ്മൂട്ടിയുടെ ഡാഡി കൂളിലും അഭിനയിച്ചു. തമിഴിന് പുറമെ മലയാളം, കന്നഡ, തെലുങ്ക് ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. പുന്നേരിക്കുളം സാഹിത്യ സമിതിയുടെ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരം KR മീരയ്ക്ക് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. 25,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സമിതിയുടെ വാർഷികാഘോഷവേളയിൽ നൽകും. പുരസ്കാര കമ്മിറ്റി ചെയർമാനും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായ K. സച്ചിദാനന്ദൻ, ജഡ്ജിംഗ് കമ്മിറ്റി അംഗം T. മോഹൻ ബാബു, സാഹിത്യ സമിതി പ്രസിഡന്റ് KB സുകുമാരൻ, സമിതി കൺവീനർ ഉമ്മർ അറക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് നൈറ്റ് മാർച്ച് നടത്തി. LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, അഡ്വക്കേറ്റ് V. മുഹമ്മദ് ബഷീർ, CPM നേതാക്കളായ ET ശിവദാസൻ, MA ഹാരിസ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിക്കാവ് ലേലം നടന്നു. മൂന്നാം ലേലത്തിൽ കൊടുങ്ങല്ലൂർ ശൃംഗപുരം സ്വദേശി പതിയാശ്ശേരി മോഹനൻ 13,01,000 രൂപയ്ക്കാണ് ലേലം ഉറപ്പിച്ചത്. 16 ലക്ഷം രൂപയ്ക്കാണ് ലേലം വിളി ആരംഭിച്ചതെങ്കിലും തുടർന്ന് വിളിക്കാൻ ആരും തയ്യാറായില്ല. തുടർന്ന് ലേലത്തുക താഴ്ത്തി വിളിക്കുകയായിരുന്നു. ഡെപ്യൂട്ടി കളക്ടർ B. അനിൽകുമാറിന്റെ സാന്നിധ്യത്തിലാണ് ലേല നടപടികൾ നടന്നത്. കഴിഞ്ഞ 14-ന് റവന്യൂ വകുപ്പ് പുനർലേലം നടത്തിയ ലേലം ജില്ലാ കളക്ടർ റദ്ദാക്കിയിരുന്നു. കൊടുങ്ങല്ലൂർ സ്വദേശി പരപ്പിൽ സത്യൻ സമർപ്പിച്ച 5 ലക്ഷം രൂപയുടെ ടെൻഡറാണ് റദ്ദാക്കിയത്. കുറഞ്ഞ നിരക്കിലുള്ള ലേലത്തിന് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിക്കുകയായിരുന്നു. ആദ്യ ലേലത്തിൽ 33,33,333 രൂപയുടെ ടെൻഡർ അംഗീകരിച്ചിരുന്നുവെങ്കിലും ടെൻഡർ സമർപ്പിച്ചയാൾ പണമടയ്ക്കാതെ വന്നതിനെ തുടർന്ന് ലേലം സ്ഥിരപ്പെടുത്തിയിരുന്നില്ല. മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ ക്യാപ്റ്റൻ പദവി ലഭിച്ച ക്യാപ്റ്റൻ ഗീന ജോർജിനെ ആദരണീയം സാംസ്കാരിക പൌരാവലിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ, അഡ്വക്കേറ്റ് S. അജി, ശരത് ചന്ദ്രൻ മച്ചിങ്ങൽ, K. ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കയ്പമംഗലത്ത് നിർമ്മാണം കഴിഞ്ഞപ്പോൾ റോഡിൽ നിന്ന് താഴെ ഇറങ്ങാനും വെള്ളം ഒഴുകിപ്പോകാനും വഴിയില്ലാത്ത അവസ്ഥ. പ്രതിഷേധവുമായി നാട്ടുകാരും വ്യാപാരികളും രംഗത്ത്. കയ്പമംഗലം കാളമുറി ബീച്ച് റോഡിലാണ് സംഭവം. തകർന്നു കിടന്നിരുന്ന റോഡ് ടൈൽ വിരിച്ചതോടെ റോഡ് ഒരടിയോളം ഉയർന്നു. ടൈലിന്റെ അരികിൽ കോൺക്രീറ്റിംഗും പൂർത്തിയായതോടെ തറനിരപ്പും റോഡും തമ്മിൽ 3/4 അടിയോളം വ്യത്യാസം. റോഡിന് ഇരുവശത്തുമായി ബാങ്കുകളും സപ്ലൈകോ മെഡിക്കൽ ലാബ്, ഡോക്ടേഴ്സ് റൂം തുടങ്ങി ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട്. എവിടേക്കും വാഹനങ്ങൾ ഇറക്കാൻ യാതൊരു വഴിയുമില്ല. വെള്ളം ഒഴുകിപ്പോകാനും സംവിധാനമില്ല. ഈ പ്രശ്നം കാരണം ഇന്നലെ റോഡ് അളക്കാൻ വന്ന ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം വ്യാപാരികൾ തടഞ്ഞിരുന്നു. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ പഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി നൽകി. പ്രസിഡന്റ്, എഞ്ചിനീയർ അവരുടെ സാന്നിധ്യത്തിൽ നമ്മൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഏപ്രിൽ മാസം 7-ാം തീയതിയോടുകൂടി 7-ാം തീയതിക്കകത്ത് നമുക്ക് വേണ്ടതായ രൂപത്തിൽ കാര്യങ്ങൾ വ്യാപാരികൾക്കൊരു തടസ്സമില്ലാത്ത രൂപത്തിൽ എല്ലാം വൃത്തിയാക്കി ചെയ്തു തരാം എന്ന് എഞ്ചിനീയറും പ്രസിഡന്റും കൂടെ ഏറ്റിട്ടുണ്ട്. അതുപ്രകാരം നമ്മൾ ഇപ്പോൾ പഞ്ചായത്തിൽ വന്ന കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ തീരുമാനമായി എന്നുള്ള രൂപത്തിൽ നമുക്ക് പിരിയാൻ പോകും. റോഡ് കട്ട വിരിക്കുന്നതിന് മുന്നേ ഈ എഞ്ചിനീയറും കരാറുകാരും വന്നപ്പോൾ ഞങ്ങൾ വ്യാപാരികൾ അവരോട് പറഞ്ഞു വെള്ളക്കെട്ടിനുള്ള പരിഹാരം ഉണ്ടാക്കിയാൽ നിങ്ങൾ റോഡോട് പണിയാൻ പാടുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ റോഡ് ടൈൽ വിരിച്ച കാളമുറി ബീച്ച് റോഡിലുണ്ടായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് വ്യാപാരികൾക്ക് പഞ്ചായത്ത് ഉറപ്പു നൽകി. വ്യാപാരികളായ VR ഉല്ലാസ്, KP റെജി, സലാം, സുധി, PG സുരേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. അക്കിക്കാവ് ജംഗ്ഷനിലെ ഹൈമാസ് ലൈറ്റ് കത്താത്തതിൽ ഓട്ടോ തൊഴിലാളികളുടെ വേറിട്ട പ്രതിഷേധം. ജംഗ്ഷനിലെ ഹൈമാസ് ലൈറ്റ് കണ്ണടച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടികളും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും പ്രാന്തൽ വിളക്കുകൾ കത്തിച്ച് പ്രതിഷേധിച്ചത്. മേഖലയിൽ ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം പെരുകിയതോടെ പൊറുതിമുട്ടിയ നാട്ടുകാർ പലതവണ പഞ്ചായത്തിനോട് പരാതി പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ലെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടി.
ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ക്ലബ്ബിലെ അംഗങ്ങളായ 400 വീടുകളിൽ പറവകൾക്ക് കുടിവെള്ളം നൽകുന്നതിന് മൺചട്ടികൾ സ്ഥാപിച്ചു. ക്ലബ്ബ് അംഗം ഗിരിജാവല്ലഭന്റെ വീട്ടുമുറ്റത്ത് നടന്ന ചടങ്ങ് വാർഡ് കൌൺസിലർ ബിബിത മോഹൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് പി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഗിരീഷ് സി ഗീവർ, കെ ബി ഷൈജു, ചാർലി മാളിയമ്മാവ്, ടി ഡി വാസുദേവൻ, പോളി ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു. രുചി വൈവിധ്യങ്ങളുടെ 51 ഇഡ്ഡലികളുമായി തൃശൂരിലേക്ക് ഒരുക്കിയ ഇഡ്ഡലി മേള കൗതുകകരവും ആസ്വാദ്യകരവുമായി. തത്സമയം ഉണ്ടാക്കിയ രാമശ്ശേരി ഇഡ്ഡലി മുതൽ ചില്ലി ഇഡ്ഡലി വരെ ചൂടോടെ ആസ്വദിച്ച് ലോക ഇഡ്ഡലി ദിനം സ്വാർത്ഥകമാക്കാനെത്തിയത് നിരവധി ഇഡ്ഡലി പ്രിയർ. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന തൃശൂരിലെ ഗ്രാഫിക്സ് കൂട്ടായ്മയാണ് പഴയ നടക്കാവ് പാണ്ടി സമൂഹമഠം ഹാളിൽ ഇഡ്ഡലി മേള ഒരുക്കിയത്. കുട്ടികളെ ഐസ്ക്രീം കൊതിയിൽ നിന്ന് മാറ്റാനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സ്റ്റിക്ക് ഇഡ്ഡലി, ഇഡ്ഡലി കഷ്ണങ്ങളാക്കി മസാല ചേർത്തുണ്ടാക്കിയ ചില്ലി ഇഡ്ഡലി, കരിക്ക് അരച്ചു ചേർത്തുള്ള ഇളനീർ ഇഡ്ഡലി, മസാല ഇഡ്ഡലി, വിവിധ പഴങ്ങൾ അരച്ചും പഴച്ചാർ ഒഴിച്ചു ചേർത്തും ഉണ്ടാക്കിയ ഇഡ്ഡലികളായ മാമ്പഴ ഇഡ്ഡലി, പൈനാപ്പിൾ ഇഡ്ഡലി, തക്കാളി ഇഡ്ഡലി, കുക്കുംബർ ഇഡ്ഡലി, കാബേജ് ഇഡ്ഡലി, സോയാബീൻ ഇഡ്ഡലി, മറ്റിനങ്ങളായ ഗ്ലാസ് ഇഡ്ഡലി, ഫ്രൈഡ് ഇഡ്ഡലി, സ്ക്വയർ ഇഡ്ഡലി, ഉപ്പുമാവ് ഇഡ്ഡലി, വെർമിസെല്ലി ഇഡ്ഡലി, ഓട്സ് ഇഡ്ഡലി, ബാർലി ഇഡ്ഡലി തുടങ്ങി 51 ഇനം വ്യത്യസ്ത രുചികളിലും രൂപത്തിലുമുള്ള ഇഡ്ഡലികളാണ് 2 എണ്ണം വീതമുള്ള സെറ്റിന് 20 രൂപ നിരക്കിൽ മേളയിൽ ഒരുക്കിയത്. രോഗങ്ങൾക്കിടയാക്കുന്ന ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് ശീലങ്ങളിൽ നിന്ന് മാറി ആരോഗ്യകരമായ ഭക്ഷണശീലം പ്രോത്സാഹിപ്പിക്കാനാണ് ഇങ്ങനെയൊരു ഇഡ്ഡലി മേള ലോക ഇഡ്ഡലി ദിനത്തിൽ സംഘടിപ്പിച്ചതെന്ന് ഗ്രാഫിക്സ് കൂട്ടായ്മ ഓർഗനൈസർ ഷാലി ജോഷി TCVയോട് പറഞ്ഞു. ഇന്നത്തെ ന്യൂജന് എല്ലാം ഫാസ്റ്റ് ഫുഡിലേക്കും വെസ്റ്റേൺ ഫുഡിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പഴമയെ ഒന്നുകൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇപ്പോഴത്തെ പുതിയ ജനറേഷന് ഇഡലി എന്താണ്, അതിൻ്റെ വെറൈറ്റികൾ അവരിലേക്ക് എത്തിക്കുക. അതിനൊപ്പം തന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ ആർക്കും താല്പര്യമില്ല. അതുകൊണ്ട് ഇപ്പം ഇന്ന് അങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡിലേക്ക് കിടന്നപ്പോൾ ജനങ്ങളിലേക്ക് ഒബിയോസിറ്റി, രോഗശീലങ്ങൾ എന്ന് പറയാം. നമ്മൾ ആരോഗ്യശീലത്തോടൊപ്പം തന്നെ നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ വിട്ടുമാറി ഇങ്ങനത്തെ ഒരു മേള കൊണ്ടുവരുമ്പോൾ ജനങ്ങളെ ഇതിലേക്ക് മാക്സിമം ആകർഷിക്കുക, അവരിലേക്ക് നമ്മുടെ പഴമയെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുക എന്ന ഒരു ഇത് മാത്രമേ ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. കഴിഞ്ഞ വർഷം മാർച്ച് 30 ലോക ഇഡലി ദിനത്തിലാണ് ആദ്യമായി തങ്ങൾ ഇഡലി മേള സംഘടിപ്പിച്ചതെന്നും ഇനി എല്ലാ വർഷവും ഇഡലി ദിനത്തിൽ മേള സംഘടിപ്പിക്കുമെന്നും ഗ്രാഫിക്സ് കൂട്ടായ്മ ഭാരവാഹികൾ വ്യക്തമാക്കി. TCV ന്യൂസ്, തൃശൂർ. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ബ്ലോക്ക് കൺവെൻഷൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ പി മേനോൻ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സജേഷ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PMA ജബ്ബാർ, മണി കാവുങ്ങൽ, KV സിജിത്ത്, CJ പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസ്ഥാനത്തിലൂടെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതിന്റെ പിതൃത്വമുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. ചുറ്റമ്പല നിർമ്മാണം പൂർത്തിയാക്കിയ പന്തലു കരോട്ടെ ഭഗവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ച ലക്ഷദീപം തെളിയിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തട്ടകത്തെ 100 കണക്കിന് വരുന്ന കുടുംബങ്ങൾ ചേർന്ന് 1,10,000-ഓളം ദീപങ്ങൾ തെളിയിക്കും. വാർത്താസമ്മേളനത്തിൽ തന്ത്രി CV ഷിബു, പ്രസിഡന്റ് KR സതീഷ് ബാബു, സെക്രട്ടറി ഷാബു മാധവൻ, ജോയിന്റ് സെക്രട്ടറി PV പ്രവീൺ, വൈസ് പ്രസിഡന്റ് OS സുഭാഷ് എന്നിവർ പങ്കെടുത്തു. തിരൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ ദുഃഖവെള്ളിയോടനുബന്ധിച്ച് പരിഹാര പ്രദക്ഷിണം നടന്നു. ഫാദർ പോൾസൺ പാലത്തിങ്കൽ, സഹവികാരി ഡെബിൻ ഒലക്കെങ്കിൽ, കൈക്കാരന്മാരായ ലാസർ ചുങ്കത്ത, ജോയ് കുറ്റിക്കാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുങ്ങ ഇടവകയിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന കുരിശിന്റെ വഴി ഈശോയുടെ പീഡാനുഭവത്തിന്റെ നേർക്കാഴ്ചയായി മാറി. കൊടുങ്ങ ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് വെള്ളിക്കുളങ്ങര പ്രസന്റേഷൻ സ്കൂൾ ഗ്രൗണ്ടിൽ അവസാനിച്ച പരിത്യാഗയാത്രയിൽ കൊടുങ്ങ ഇടവക കൂടാതെ വെള്ളിക്കുളങ്ങര, ചൊക്കന എന്നീ ഇടവകകളിൽ നിന്നുള്ള പരിഹാര പ്രദക്ഷിണങ്ങളും എത്തി. ഫാദർ ആന്റു ആലപ്പാടൻ സമാപന സന്ദേശം നൽകി. ഫാദർ ബെന്നി ചെറുവത്തു, ഫാദർ ടിജോ ആലപ്പാട്ട്, ഫാദർ ഷിബു നെല്ലിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. പേരാമംഗലം സെന്റ് മേരീസ് പള്ളിയിലെ സീനിയർ CLCയുടെ നേതൃത്വത്തിൽ ക്രിസ്തുവിന്റെ പീഡാനുഭവ ദൃശ്യാവിഷ്കാരം ഒരുക്കി. 70ഓളം കലാകാരന്മാർ പരിപാടിയിൽ പങ്കാളികളായി 4 വേദികളിലായിട്ടാണ് അവതരണം നടന്നത്. വികാരി ഫാദർ ജെയ്സൺ മാറോക്കി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ നാടക നടൻ ടോണി പേരാമംഗലം അവതരണത്തിന്റെ സംവിധാനം നിർവഹിച്ചു. ദൃശ്യവിസ്മയവും ശബ്ദ സംവിധാനങ്ങളും ഒത്തുചേർന്ന 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള അവതരണം ഇടവക ജനങ്ങൾക്ക് പുതുമയുള്ള കാഴ്ചയായി.
KCYM പാലയൂർ ഒരുക്കിയ ലോഗിനോസ് എന്ന പീഡാനുഭവ ഹ്രസ്വ നാടകം ശ്രദ്ധേയമായി. കൈക്കാരന്മാരായ CM ബാബു, പോൾ KJ, സന്തോഷ് TJ, ജോഫി ജോസഫ്, തീർത്ഥകേന്ദ്രം PRO ജെഫിൻ ജോണി എന്നിവർ നേതൃത്വം നൽകി. ആലപ്പാട് സെന്റ് ആണീസ് പള്ളിയിൽ യേശുവിന്റെ പീഡാനുഭവവും അന്ത്യനിമിഷങ്ങളും പുനരാവിഷ്കരിച്ച് CLC പ്രവർത്തകർ. കുരിശിന്റെ വഴി പരിഹാര പ്രദക്ഷിണത്തിന് ശേഷം പള്ളി അങ്കണത്തിലൊരുക്കിയ വേദിയിലായിരുന്നു രംഗാവിഷ്കാരം അരങ്ങേറിയത്. CLC യൂണിറ്റ് പ്രസിഡന്റ് ജിത്ത, വൈസ് പ്രസിഡന്റ് ക്രിസ്ലിൻ, സെക്രട്ടറി ഏബേൽ, ട്രഷറർ അല, ജോയിന്റ് സെക്രട്ടറി അഞ്ജന തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ പഞ്ചായത്തിലെ 14-ാം വാർഡിൽ 2 മാസമായി തെരുവ് വിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധിച്ച് മെമ്പർ സ്വപ്ന രാമചന്ദ്രൻ പഞ്ചായത്ത് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. ഫെബ്രുവരി 8-നാണ് തെരുവ് വിളക്കുകൾ അവസാനമായി അറ്റകുറ്റപ്പണികൾ നടത്തിയത്. പിറ്റേ ദിവസം തന്നെ കത്താത്ത ലൈറ്റുകളുടെ നമ്പറുകൾ പഞ്ചായത്തിൽ അറിയിച്ചുവെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന് സ്വപ്ന രാമചന്ദ്രൻ പറയുന്നു. ഇന്ന് മാർച്ച് 30 ആയിട്ട് പോലും ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. എൻ്റെ വാർഡുകളിൽ ജനങ്ങൾ രാത്രി പള്ളികളിലേക്കും മറ്റും പോകുമ്പോൾ തെരുവുനായ ആക്രമണവും അതുപോലെ പാമ്പ് വിഷജന്തുക്കളൊക്കെ വന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടും ഇത് കൃത്യമായിട്ട് പഞ്ചായത്തിനെ പലവട്ടം അറിയിച്ചിട്ടും ഒരു നടപടി ഉണ്ടാവാത്തത് കൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ ഒരു ദിവസം ഇവിടെ കുത്തിയിരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. ഇതിലൊരു തീരുമാനമാവാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു തീരുമാനമെടുക്കാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കില്ല. കാരണം ഈസ്റ്ററും നോമ്പുതുറയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമൊക്കെയായി രാത്രി ജനങ്ങൾക്ക് കൂടുതലായി പുറത്തിറങ്ങേണ്ടി വരുന്ന സമയമാണ്. വാർഡിൽ തെരുവുനായ ആക്രമണവും ഇഴജന്തുക്കളുടെ ഉപദ്രവവും പതിവായിരിക്കുകയാണെന്നും വാർഡ് മെമ്പർ പറഞ്ഞു. ഏപ്രിൽ 4-നകം കരാറുകാരെ വിളിച്ച് അറ്റകുറ്റപ്പണി ചെയ്ത് തെരുവിളക്കുകൾ തെളിയിക്കാമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചു. ആറ്റോ ബ്രദേഴ്സ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 1 മുതൽ സൗജന്യ ഫുട്ബോൾ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കും. കോളരി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടക്കുന്ന ക്യാമ്പിൽ 7 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാം. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ തിങ്കളാഴ്ച രാവിലെ 6:30 കിറ്റുമായി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ എത്തിച്ചേരേണ്ടതാണ്. ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഴവൂരിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ആരിഫ സാബിർ അധ്യക്ഷയായി. SK രാജേഷ് നായനാർ, AS ചന്ദ്രൻ, അദീപ് കൃഷ്ണൻ, രാജ് മോഹനൻ നായനാർ എന്നിവർ സംസാരിച്ചു. ലെജൻഡ്സ് ഓഫ് ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ IMFAയുടെ സഹകരണത്തോടെ ആദരവും ഇന്നസെന്റ് സ്മൃതി സംഗമവും ചൊവ്വാഴ്ച വൈകിട്ട് ഇരിങ്ങാലക്കുടയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്ത തുർവൻകുന്ന് സ്വദേശി ഡോൺ ഗ്രേഷ്യസിന്റെ കുടുംബത്തെ ചടങ്ങിൽ ആദരിക്കും. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ലിയോ താണിശ്ശേരിക്കാരൻ, CS പിന്റോ, ഷാജൻ ചിക്കാലക്കൽ, നിധീഷ് കാട്ടിൽ, സൈഗൺ തച്ചിൽ, KH മയൂഫ് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. EPS മിഷൻ തകരാറിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി വീണ്ടും റേഷൻ വിതരണം സ്തംഭിച്ചു. മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ 6 വരെ നീട്ടി. മച്ചാട് മേലില്ലത്ത് കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. വനത്തിൽ തീറ്റയും വെള്ളം ലഭിക്കാത്തതിനെ തുടർന്നാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതെന്ന് നാട്ടുകാർ. അവണിശ്ശേരിയിൽ ഭാര്യയെ മക്കളുടെ മുന്നിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവിന് ശിക്ഷ. അവണിശ്ശേരി സ്വദേശി ജിതീഷിനെയാണ് തൃശൂർ 1-ാം അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള റെയിൽവേ മേൽപ്പാലം പുനർനിർമ്മിക്കുന്നു. പുഴയിലൂടെ താൽക്കാലിക റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഷൊർണൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന പാലമാണ് പുനർനിർമ്മിക്കുന്നത്. ജില്ലയിൽ 4 ദിവസം താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് മുന്നറിയിപ്പ്. വരൾച്ച രൂക്ഷമായതോടെ പീച്ചി അണക്കെട്ടിൽ ജലനിരപ്പ് താഴ്ന്നത് ആശങ്കയാകുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.